നമസ്കാരം. ഭാരതത്തിലേക്കുള്ള ബംഗ്ലാദേശികളുടെ അനധികൃത കുടിയേറ്റമല്ല, അധിനിവേശമെന്ന് തന്നെ വേണം പറയാൻ അതിനെ. പശ്ചിമ ബംഗാളിലൂടെയും അസാമിലൂടെയും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൂടെ ഭാരതത്തിലെത്തി ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അവർ പോകുന്നു. എങ്ങനെ പോകുന്നു? വളരെ സംഘടിതമായിട്ടുള്ളൊരു ശൃംഖല, ഒരു ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം തന്നെ, വലിയൊരു സംഘം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ജിഹാദി ഹവാല കള്ളക്കടത്തുകാരുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കേരളത്തിലേക്ക് വരാറുണ്ട്, കർണാടകത്തിലേക്ക് വരാറുണ്ട്, തമിഴ്നാട്ടിലേക്ക് വരാറുണ്ട്. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് ഇവരുടെ ഒഴുക്ക് പ്രധാനമായി ഉണ്ടാകുക. കാരണം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഇവർ മഹാരാഷ്ട്രയിലേക്കോ മറ്റോ കുടിയേറിയാൽ, മഹാരാഷ്ട്രയിൽ മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ഒളിച്ചു താമസിക്കാൻ പറ്റി. ഈ നഗരമാകുന്ന വലിയ വനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒളിച്ചു താമസിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളുണ്ട്. കാരണം ഈ ജിഹാദികൾക്ക് വളരെയധികം സ്വാധീനമുള്ള ഈ ഡോങ്ക്രി പോലുള്ള സ്ഥലങ്ങൾ, ഡോങ്ക്രി ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഡോങ്ക്രി പോലെ ഒരുപാട് ഈ പോക്കറ്റുകളുണ്ട്. ഈ ഛത്രപതി സംഭാജി നഗർ എന്നിപ്പോൾ പേരിട്ട, മുൻപ് ഔറംഗാബാദായിരുന്ന പ്രദേശം, അങ്ങനെയുള്ള ചില പ്രദേശങ്ങൾ മുംബൈ പോലുള്ള സ്ഥലങ്ങളിലുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ കുടിയേറുന്നത്. ഇവരുടെ പിന്നിലുള്ള ഈ ശൃംഖല വളരെ ശക്തമാണ്, അവരുടെ സ്വാധീനം വളരെ വലുതുമാണ്. സർക്കാരുകളിൽ മാത്രമല്ല അവരുടെ സ്വാധീനം, കാലാകാലങ്ങളായി പോലീസ് സംവിധാനങ്ങളുടെ ഉള്ളിലും അവർ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ശൃംഖലകളെ പിടിക്കുന്ന പ്രവർത്തികൾ, അല്ലെങ്കിൽ പിടികൂടുന്ന പ്രവർത്തികൾ, ഒരു പക്ഷേ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ വളരെ സക്രിയമായി തന്നെ കയ്യിലെടുത്താൽ, സജീവമായി തന്നെ അതിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചാലും, പലപ്പോഴും ഒരു പരിധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് തണുത്തു പോകുന്നത്. കാരണം എത്രയൊക്കെ പ്രാദേശിക നിയമപാലന സംവിധാനത്തെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും, തീരുമാനിച്ചു കഴിഞ്ഞാലും, അവരുടെ സഹകരണമില്ലാതെ ഈ അനധികൃത ബംഗ്ലാദേശികളെ പൂർണ്ണമായി പിടികൂടി നാട് കടത്തുക എന്നുള്ള പ്രക്രിയ ഓരോ സംസ്ഥാനങ്ങളിലും ചെയ്യുക ബുദ്ധിമുട്ടാണ്. അതാത് സംസ്ഥാനങ്ങളുടെ പ്രാദേശിക പോലീസ് സംവിധാനങ്ങളുടെ സഹായം തീർച്ചയായും കേന്ദ്ര ഏജൻസികൾക്കുണ്ടാകണം. പക്ഷേ ഈ പ്രാദേശിക പോലീസ് സംവിധാനങ്ങളുടെ ഇടയിൽ ഈ ജിഹാദികളെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സംഘത്തിൻ്റെ, ആ ഒരു കൂട്ടായ്മയുടെ, ഭീകരവാദികളെന്ന് തന്നെ വേണം അവരെ വിളിക്കുവാൻ, അവരുടെ സ്വാധീനം വളരെ വലുതാണ്. ഈ പറഞ്ഞ കാര്യത്തിന് ഏറ്റവും പുതിയൊരു ഉദാഹരണം ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരുന്നത് കർണാടകയിൽ നിന്നാണ്. കർണാടകയിൽ ജൂലൈ 21 ഡോക്ടർ നാഗേന്ദ്രപ്പ, അദ്ദേഹം ഒരു ഷിരൂർ പ്രദേശത്ത് വളരെ പ്രസിദ്ധനായൊരു ഡോക്ടറാണ്. ഒപ്പം അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് അനധികൃതമായി കുടിയേറി പാർക്കുന്ന ചില ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും അവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസിനെ ഏൽപ്പിച്ചപ്പോൾ പോലീസ് അവർക്കെതിരെ, ബംഗ്ലാദേശികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ബംഗ്ലാദേശികളെ മർദ്ദിച്ചു എന്നുള്ള ബംഗ്ലാദേശികളുടെ പരാതിയിന്മേൽ ഡോക്ടർ നാഗേന്ദ്രപ്പയ്ക്ക് മേൽ നടപടിയെടുക്കുകയും നാഗേന്ദ്രപ്പയെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ജയിലിലടയ്ക്കുകയും ചെയ്യുക മാത്രമല്ല, IPS റാങ്കിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് നാഗേന്ദ്രപ്പയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ കേസ് ഇതായതുകൊണ്ട് നാഗേന്ദ്രപ്പയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ജാമ്യം ലഭിക്കുകയും വിഷയം ഹൈക്കോടതിയുടെ മുൻപിലെത്തുകയും ചെയ്തു. അവിടെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകുന്നത്. ഒരു കാര്യം എടുത്തു പറയാം, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ കൃത്യമായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നാഗേന്ദ്രപ്പ ജാമ്യത്തിലിറങ്ങി പുറത്തെത്തിയേനെ, പക്ഷേ ബംഗ്ലാദേശികൾ രക്ഷപ്പെട്ടു പോയേനെ. പക്ഷേ ഹൈക്കോടതി വളരെ രൂക്ഷമായി പോലീസിനെ ചോദ്യം ചെയ്തു, വിമർശിച്ചു. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചോദ്യം, നിങ്ങൾ ഈ ബംഗ്ലാദേശികളെ, അതും അനധികൃതമായി ഭാരതത്തിൽ കുടിയേറി താമസിക്കുന്ന ബംഗ്ലാദേശികളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി എന്തിനാണ് ഒരു ഭാരത പൗരനെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത്? നിങ്ങൾ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നാണോ പ്രവർത്തിക്കുന്നത്, അതോ അതിന് തുരങ്കം വയ്ക്കുവാനാണോ പ്രവർത്തിക്കുന്നത്? ഇത്തരത്തിലുള്ള രൂക്ഷമായ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ തുടർന്ന് ഈ അനധികൃതമായി കുടിയേറി പാർത്ത ബംഗ്ലാദേശികൾക്കെതിരെ നടപടികൾ കൈക്കൊള്ളുവാൻ പോലീസ് നിർബന്ധിതരായി. നാഗേന്ദ്രപ്പയ്ക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കുവാനും, ഇനി കോടതിയുടെ വിധി പ്രകാരം അത് പൂർണ്ണമായി തന്നെ ആ FIR റദ്ദ് ചെയ്യപ്പെടും. അത്തരത്തിലുള്ള പ്രക്രിയകൾ ഇനി വരും ദിവസങ്ങളിൽ നടക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡോക്ടർ നാഗേന്ദ്രപ്പ, അദ്ദേഹത്തിന് ഡോക്ടർ എന്നുള്ള നിലയിലുള്ള പ്രസിദ്ധി, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘകാല പരിചയം, സ്വാധീനമെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ പിന്നിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുവാൻ ആളുകളുണ്ടാകുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ദീർഘകാലമായി അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്.
ഇത്രയും പിന്തുണയും സ്വാധീനവും പ്രവർത്തന പരിചയവുമുള്ള ഒരാളായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള നിയമവശങ്ങളെല്ലാം അറിയുകയും അല്ലെങ്കിൽ അത് ഉപദേശിച്ചു കൊടുക്കാൻ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് മാത്രം ഈ കേസിൻ്റെ പരിണാമം ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തി. മറുവശത്ത് ഒരു സാധാരണക്കാരനായിരുന്നു ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിപ്പാർത്ത ബംഗ്ലാദേശികളെ കണ്ടെത്തി പോലീസിൽ വിവരമറിയിക്കുന്നത്. ആ ബംഗ്ലാദേശികളെ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു വയ്ക്കാൻ അയാൾ ശ്രമിക്കുന്നു. ഒരല്പം ബലപ്രയോഗം ഉന്തും തള്ളും അവരുടെ ഇടയിൽ നടന്നു. ഇതേ സാഹചര്യം തന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുണ്ടാവുക എന്ന് കരുതുക. കർണാടകത്തിന് പകരം കേരളത്തിലാണ് നടന്നതെന്ന് കരുതുക. ഇതേപോലെ തന്നെയായിരിക്കും പോലീസ് സംവിധാനങ്ങൾ, പ്രാദേശിക പോലീസ് സംവിധാനങ്ങൾ ഏറെക്കുറെ ആ സാധാരണക്കാരനോട് പെരുമാറുക. ആ സാധാരണക്കാരൻ എന്ത് ചെയ്യും? ജയിലിൽ കിടക്കും, കുറച്ച് ദിവസം വിഷമിച്ച് അവസാനം ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ അനുഭവം അയാൾ സമൂഹത്തിൽ പറയുകയും പിന്നീട് ഒരാളും ഈ ബംഗ്ലാദേശികളെ കണ്ടാൽ അവർ അനധികൃതമായിട്ട് കുടിയേറി പാർക്കുന്ന ബംഗ്ലാദേശികളാണോ അതോ യഥാർത്ഥ ഭാരതീയ പൗരന്മാരായ ബംഗാളികളാണോ എന്ന് ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നൊരവസ്ഥയുണ്ടാകും. അത്തരത്തിലൊരവസ്ഥ സൃഷ്ടിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അനധികൃത ബംഗ്ലാദേശികളെ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്ന ആ സംഘം പോലീസ് സേനയിൽ വളരെ ശക്തമായൊരു സ്വാധീനം ചെലുത്തി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അത് പണം കൊടുത്താകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനമാകാം, ചിലപ്പോൾ മതപരം തന്നെയാകാം. കാരണം പോലീസിലും കേരള പോലീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കർണാടകത്തിലാണ് നാം വിഷയം തുടങ്ങിയതെങ്കിലും കേരളത്തിലും ഈ കഴിഞ്ഞ മാസങ്ങളിൽ വലിയ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ സംബന്ധിച്ചുള്ള ഒരു വേട്ട തന്നെ നടന്നിരുന്നു കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന്. നിരവധി പേർ കാലങ്ങളായി പിടികൂടി ഇവിടെ താമസിച്ച് വളരെയധികം സമ്പത്ത് വരെ ആർജിച്ചവരെ തന്നെ പിടികൂടുകയും അല്ലെങ്കിൽ അവർ നാട് വിട്ടു പോകാൻ നിർബന്ധിതരാകുകയും ചെയ്ത സംഭവങ്ങളെല്ലാം തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരോട് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്കൊന്ന് വന്നത്. കേരളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നതെങ്കിൽ ഈ ഒരു അനധികൃത കുടിയേറ്റത്തിനെതിരെ പ്രതികരിക്കുവാൻ ആളുകളെ അല്ലെങ്കിൽ ആളുകളിലൊരു ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു പെരുമാറ്റം ഇത്തരം കേസുകളിൽ ഉണ്ടാകുമ്പോൾ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും ഇതിനെ കേസാക്കാനോ അല്ലെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനോ മടിക്കും. അത്തരത്തിലുള്ള പെരുമാറ്റം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി ഈ സംഘം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക നിയമപാലന സംവിധാനങ്ങളിൽ ശക്തമായ സ്വാധീനം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ബോധവാന്മാരായിരിക്കുക. കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയം തോന്നിയാൽ കേന്ദ്ര ഏജൻസികളെയും അറിയിക്കുക. പോലീസിൽ പരാതിപ്പെടുക. കാരണം അതുതന്നെയാണ് ശരിയായ നീതി. കേന്ദ്ര ഏജൻസികളിൽ പരാതിപ്പെടുക. ഒപ്പം നിങ്ങളുടെ സംശയം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും അതുപോലുള്ള സംവിധാനങ്ങളിലേക്കും അറിയിക്കുക. കാരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് നേരെ ഒരു കഠിനമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങളോട്ടുള്ള പെരുമാറ്റമുണ്ടായാൽ നീ ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരാ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായാൽ പോലും പറയുക, കൃത്യമായിട്ട് എനിക്ക് ഇങ്ങനൊരു സംശയം തോന്നി, ഞാൻ പരാതി തന്നു, ഇന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ പരാതികൾ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക, നിയമവ്യവസ്ഥയ്ക്ക് അകത്തുനിന്ന് പ്രവർത്തിക്കുന്ന പോലീസുകാരന് നിങ്ങളുടെ പരാതി അവഗണിക്കുവാൻ സാധിക്കില്ല. ആ ബംഗ്ലാദേശികളുടെ ഒപ്പം നിൽക്കുവാനും സാധിക്കില്ല. അനധികൃതമായി കുടിയേറി പാർക്കുന്ന ഒരു ബംഗ്ലാദേശിയുടെ പരാതിയിന്മേൽ ഭാരതീയ പൗരന് മേൽ ഏതെങ്കിലും തരത്തിൽ ഒരു കൊലപാതകമോ മറ്റോ ഉണ്ടായിട്ടുണ്ട് അല്ല എന്നൊരു സാഹചര്യം നിലവിലില്ലെങ്കിൽ പരാതി എടുക്കുന്നതിൽ നിന്ന് പോലീസ് പിന്മാറേണ്ടതാണ്. അതുതന്നെയാണ് ഹൈക്കോടതി ബാംഗ്ലൂർ കർണാടക പോലീസിനോട് പറഞ്ഞതും. കൃത്യമായിട്ട് പറഞ്ഞത് അവരുടെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം വളരെ കൃത്യവും വളരെ രൂക്ഷവുമായിരുന്നു. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ബംഗ്ലാദേശികളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഭാരതീയ പൗരനെതിരെ കേസെടുത്തിരിക്കുന്നത്? നിങ്ങൾ ഭാരതീയ നിയമ സംവിധാനത്തിന് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്, അതോ അതിനെ തുരങ്കം വയ്ക്കുവാൻ വേണ്ടിയിട്ടാണോ? ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിയമ നടപടികൾ ഭാരതത്തിലൊട്ടാകെ നടക്കുമ്പോൾ അത്തരമൊരു പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാക്കുവാനോ അല്ലെങ്കിൽ അത്തരമൊരു പ്രക്രിയയ്ക്ക് തുരങ്കം വയ്ക്കുവാനോ വേണ്ടിയാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം നിയമം അതാണ് പറയുന്നത്. നിയമപരമായി നമ്മുടെ ഭാരതത്തിൽ കാണപ്പെടേണ്ട യാതൊരു സാഹചര്യമോ അവകാശമോ ഈ ബംഗ്ലാദേശികൾക്കില്ല. അവർ സാധാരണക്കാരായ അഭയാർത്ഥികളാണെങ്കിലും അവർ ഭീകരവാദികളാണെങ്കിലും കള്ളക്കടത്തുകാരാണെങ്കിലും മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടി ഇവിടേക്ക് ഏതെങ്കിലും സ്ഥാപിത താല്പര്യക്കാർ കൊണ്ടുവന്നതാണെങ്കിലും ഇനി ലോകത്തെ ഏറ്റവും സാധുക്കളായ മനുഷ്യരാണെങ്കിലും അവർക്ക് ഭാരതത്തിൽ യാതൊരു അവകാശവുമില്ല, സ്ഥാനവുമില്ല. അനധികൃത കുടിയേറ്റക്കാർ അത് പാവങ്ങളാണെങ്കിലും ഭീകരവാദികളാണെങ്കിലും
കള്ളക്കടത്തുകാരാണെങ്കിലും വെറും കഷ്ടപ്പെടുന്നവരാണെങ്കിലും അവർക്ക് ഭാരതത്തിൽ സ്ഥാനമില്ല, യാതൊരു അവകാശങ്ങളുമില്ല. ഭാരതീയ പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ അവകാശമാണ് അവർ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു ഭാരതത്തിൻ്റെ റിസോഴ്സസ് ഉണ്ടല്ലോ, അത് ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത്. മാത്രമല്ല അത് നിങ്ങളുടെ കടമയുമാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ. അത് റിപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. പക്ഷേ ആ റിപ്പോർട്ട് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ളൊരു രീതി നിങ്ങൾ പിന്തുടരുക. പ്രാദേശികമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിങ്ങളുടെ റിപ്പോർട്ട് തീർച്ചയായിട്ടും എഴുതുക. പരാതിയായി തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സംശയമായി തന്നെ എഴുതി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെയും വിദേശകാര്യ മന്ത്രാലയത്തെയും എല്ലാം ഈ വിവരങ്ങൾ കൃത്യമായി അറിയിക്കും എന്ന് ഉറപ്പാക്കുക. പോലീസുകാരോടും പറയുക, ഇന്ന സംവിധാനങ്ങളിലേക്ക് ഞാൻ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. പിന്നീട് പോലീസ് ഇത്തരത്തിൽ കർണാടകയിൽ നാഗേന്ദ്രപ്പയോട് കർണാടക പോലീസ് പെരുമാറിയതുപോലെ പെരുമാറുവാൻ ഒന്നും മടിക്കും. അതിൽ സംശയമൊന്നും വേണ്ട. കാരണം ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങളാണ് അവർക്കവിടെ വ്യക്തമാകുന്നത്. ഒന്ന്, മുകളിലേക്ക് ഈ വിവരം പോയി കഴിഞ്ഞു. കാരണം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നുണ്ടെന്ന് അവർക്കറിയാം. രണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നിയമത്തിൻ്റെ വശങ്ങൾ അറിയാം എന്നുള്ളൊരു തോന്നൽ അവരിലുണ്ടാകും. തന്നെയുമല്ല, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിക്കുമെങ്കിൽ ഒരു വിശ്വസ്തനായ അഭിഭാഷകനെയും ഇതിനൊപ്പം കൂട്ടുക. നിയമസഹായമുണ്ടെങ്കിൽ തന്നെ പോലീസ് ഒരടി പിന്നോക്കം മാറും. സാമൂഹ്യ പ്രവർത്തകനായിരുന്ന നാഗേന്ദ്രപ്പയുടെ പേരിൽ കേസെടുത്തില്ലേ എന്ന് ചോദിച്ചു. അത് ഒരു പരിധിയിൽ കൂടുതൽ സ്വാധീനം ആ സാഹചര്യത്തിൽ ഈ ബംഗ്ലാദേശികളെ കൊണ്ടുവന്ന സ്ഥാപിത താല്പര്യമുള്ള സംഘങ്ങൾക്കുണ്ടായത് കൊണ്ടാകാം. പക്ഷേ എത്ര വേഗമാണത് പൊളിഞ്ഞു വീണതെന്ന് ആലോചിക്കൂ. ജൂലൈ 21-ാം തീയതിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. ഇന്ന് 30-ാം തീയതി. 9 ദിവസങ്ങൾ കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം പൊളിഞ്ഞു വീണത്. അത് മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായും നാഗേന്ദ്രപ്പയ്ക്കും സ്വാധീനത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ നീങ്ങിയാൽ ഒരു പരിധിക്ക് മുകളിൽ നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ പോലീസിന് സാധിക്കില്ല. പ്രത്യേകിച്ച് കോടതി പോലുള്ള സംവിധാനങ്ങൾ ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ. കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ പോലീസിന് നിയമമനുസരിച്ചല്ലാതെ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിക്കുള്ള അനുമതി ലഭിച്ചില്ലെങ്കിൽ മേൽക്കോടതികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിലേക്ക് കാര്യമായി ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മേൽക്കോടതികൾ വരും. രാജ്യത്തിൻ്റെ നിയമം അവിടെ ബാധകമാകും. വിദേശികളെ സംബന്ധിച്ച്, അനധികൃതമായി കുടിയേറി താമസിച്ചിരിക്കുന്ന വിദേശികളെ സംബന്ധിച്ച് ഒരു പരിധിക്ക് മേൽ അവർക്ക് സാധകമായി, അതായത് ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് സാധകമായി കോടതികൾക്ക് പോലും വിധികൾ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അവരത് ചെയ്യുകയുമില്ല. റോഹിംഗ്യൻ മയൻമാർ അഭയാർത്ഥികളുടെ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തിട്ടുള്ള വിവിധ തീരുമാനങ്ങൾ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധികളെ കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഏറെക്കുറെ ഒരു 99.99% ഉറപ്പാണ്. പ്രാദേശികമായിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ ചിലപ്പോൾ ഈ സ്വാധീനത്തിൻ്റെ അനുരണങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചേക്കാം. പക്ഷേ മേൽക്കോടതികളിലേക്ക് പോകും തോറും അത്തരത്തിലുള്ള ഇടപെടലുകൾ കുറവായിരിക്കും. നിങ്ങൾക്ക് അനുകൂലമായിട്ട്, ഭാരത നിയമങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഇടപെടലുകളെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുള്ളൂ. ഒരു കാര്യം കൂടി പറയാം, ഈ കോടതികളിലേക്ക് പോകുന്നത് വലിയ ചിലവേറിയ ഒരു പ്രക്രിയയല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. അവിടെ നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിൽ ഈ പറയുന്ന പോലെ ഹിന്ദു സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ അവരതിനുള്ള നിയമ സംവിധാനങ്ങൾ ചെയ്തു തരികയും ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒഴിവാക്കി വിട്ട് കടന്നു പോകരുത്. കാരണം വലിയൊരു വിപത്താണ് ഭാരതത്തെ കാത്തിരിക്കുന്നത്. ഏതാണ്ട് 2 കോടി മുതൽ 5 കോടി വരെയൊക്കെ അവരുടെ അംഗസംഖ്യ ഉണ്ടെന്ന് പറയുന്നു. എത്ര ഭയപ്പെടുത്തുന്നൊരു സംഖ്യയാണതെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ ഭാരതത്തിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാമെന്നുള്ളൊരു സാധ്യത നമ്മുടെ മുൻപിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ കൂടി കടമയാണ് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ എത്രയും വേഗം കണ്ടെത്തി രാജ്യത്ത് നിന്ന് പുറത്താക്കുവാൻ ഭാരത സർക്കാരിനെ സഹായിക്കുക എന്നുള്ളത്, നമ്മുടെ നിയമ സംവിധാനങ്ങളെ സഹായിക്കുക എന്നുള്ളത്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ, അതിൻ്റെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ആ നിയമം നടപ്പാക്കേണ്ടവർ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ സ്വാധീനത്തിൽപ്പെട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും അവരെ കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിർബന്ധിതരാക്കുവാൻ അവരെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുവാൻ പോകുന്ന നിയമങ്ങൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. അത് നടപ്പാക്കുവാൻ ശക്തിയുള്ളൊരു കേന്ദ്ര സർക്കാരുമുണ്ട്, നിയമവ്യവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പക്ഷേ ഈ നാഗേന്ദ്രപ്പയുടെ അനുഭവം ഒന്നോർത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കുക. പക്ഷേ ഇത് ചെയ്യാതിരിക്കരുത്. ഇതൊരു ഭാരതീയ പൗരൻ്റെ ഒരു
ധർമ്മമാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ഡ്യൂട്ടി എന്നൊക്കെ പറയുമല്ലോ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതൊരു പൗരൻ എന്നുള്ള നിലയിൽ. അങ്ങനെ കണ്ടു വേണം ഇതിനെ സമീപിക്കുവാൻ, ഇത്തരം വിഷയങ്ങളെ സമീപിക്കുവാൻ. അപ്പോൾ ഈ വിഷയത്തിൽ തൽക്കാലം ഇത്രമാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഈ വിഷയം ഡോക്ടർ നാഗേന്ദ്രപ്പയുടെ വിഷയം പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ നിങ്ങൾ കണ്ടിരുന്നോ? എന്താണ് നിങ്ങളുടെ ഈ സംഭവത്തെ പ്രതിയുള്ള പ്രതികരണം? തീർച്ചയായും കമൻറ്റുകളിലൂടെ അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.